ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് പ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, പോളിമേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വീഡിയോ കാളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Name any one biodegradable polymer and write its application. Give an account on biodegradable polymer. സോ ഇത് രണ്ട് ഇയറിലായിട്ട് 2 മാർക്ക് സെക്ഷനിലും 5 മാർക്ക് സെക്ഷനിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ പോളിമർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. സോ ഈ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സിന് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നവഡേയ്സിൽ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ എന്താണ് ബയോഡീഗ്രേഡബിൾ പോളിമർ എന്നും അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ആപ്ലിക്കേഷൻസും നിങ്ങൾ നോക്കി വെക്കണം. സോ അതിൽ നോക്കാം എന്താണ് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമർ എന്ന് പറഞ്ഞാൽ. സോ അവിടെ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രോളൈസബിൾ ആയിട്ടുള്ള ബോണ്ടുകൾ ഉള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ പോളിമർ എന്ന് പറയാം. സോ എന്താണ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് are characterized by hydrolyzable functionalities like esters, amide, and anhydride amide groups. സോ ഇത്രയും ഗ്രൂപ്പുകൾ അവിടെ പ്രസൻ്റ് ആയിരിക്കും നമ്മുടെ ബയോഡീഗ്രേഡബിൾ പോളിമറിൽ. അതുപോലെ തന്നെ ഈ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറിൻ്റെ അതിൻ്റെ ഡീഗ്രേഡേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. അതായത് മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ഹൈഡ്രോളൈസേഷന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഈ മൈക്രോ ഓർഗാനിസത്തിലുള്ള എൻസൈമുമായിട്ട് ഈ നമ്മുടെ പോളിമേഴ്സിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ പോളിമറിനെ അത് ഡീഗ്രേഡ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്? മൈക്രോ ഓർഗാനിസമാണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസത്തിലുള്ള എൻസൈംസ്. അതുപോലെ തന്നെ നമുക്കൊരു ബയോഡീഗ്രേഡബിൾ ആയ പോളിമറിന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? Polymers with hydrolyzable linkage or functional groups such as esters, amide, anhydrase along the polymer chain and susceptible to degradation by bioorganism അല്ലെങ്കിൽ microorganism or hydrolytic enzyme are called biodegradable polymer. അതായത് നമുക്കവിടെ ഈ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? ഹൈഡ്രോളൈസബിൾ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് എസ്റ്റേഴ്സ് വേണം, അമൈഡ്, അൺഹൈഡ്രൈഡ്, ഇതിലേതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? അവർ സസെപ്റ്റബിൾ ടു ഡീഗ്രഡേഷൻ ആണ് വിത്ത് മൈക്രോ ഓർഗാനിസം. സോ നമ്മൾ മൈക്രോ ഓർഗാനിസം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബോണ്ടുകളുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ബയോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സിൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച് ഒക്കെ നമ്മളെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പോളിമേഴ്സ് ആണ്. അതുകൊണ്ട് അവരെന്താണ്? ഓൾറെഡി അവർ ബയോ പോളിമേഴ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഉള്ളതിലാണ് നമ്മളുടെ ഫോക്കസ് വരുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള ബയോ പോളിമേഴ്സ്. സോ സിന്തറ്റിക് ആയിട്ടുള്ള ബയോ പോളിമേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് പോളിലാക്റ്റിക് ആസിഡ്, പോളിഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് അടുത്താണ് PHPV. അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് എങ്ങനെയാണ്? പോളി 3-ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, കോ 3-ഹൈഡ്രോക്സി വാലറേറ്റ്. സോ ഇതാണ് നമ്മളുടെ 3 ടൈപ്പ് ബയോ പോളിമർ, സിന്തറ്റിക് ആയിട്ടുള്ള ബയോ പോളിമേഴ്സ്. സോ ആ ബയോ പോളിമേഴ്സിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ബയോ പോളിമേഴ്സ് ക്യാൻ ബി ആപ്ലിക്കബിൾ ഇൻ ബയോമെഡിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, കോസ്മെറ്റിക്സ് ആൻഡ് കോട്ടിംഗ്, അഡ്സീവ്, ഫൈബേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ. മെയിനായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മളെ ബയോമെഡിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസിലാണ്. അതായത് നമ്മളെ ബയോ പോളിമർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്താൽ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം ആണല്ലോ നമ്മുടെ ബോഡിയിലുള്ളത്. സോ ആ സിസ്റ്റത്തിൽ തന്നെ അത് ഡീഗ്രേഡ് ചെയ്ത് പോകും. സോ നമുക്ക് ഇപ്പോൾ ബോഡിയിലേക്ക് ഇപ്പോൾ വൂണ്ട്സ് ഉണ്ടായി എന്ന് വിചാരിച്ചോ. സോ ആ വൂണ്ടിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സോ വൂണ്ടിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന നൂലുകളൊക്കെ ഉണ്ടല്ലോ, ആ നൂലുകൾ പോളിമേഴ്സ് ആയിരിക്കും. സോ ആ പോളിമറിൽ ആ പെർട്ടിക്കുലർ ആക്ഷൻ കഴിഞ്ഞാൽ അത് ഡിഗ്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത പോർഷൻസിലും നമുക്ക് വൂണ്ട്സ് ഉണ്ടാവാറുണ്ടല്ലോ. ഇൻറ്റേർണൽ ഓർഗാനിസത്തിലൊക്കെ
വൂൺസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. സോ ആ വൂൺസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോ പോളിമേഴ്സ് കൊണ്ടിട്ടുള്ള നൂല് കൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ എന്തായിരിക്കും, അത് ഈസി ആയിട്ട് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം വരെ അതവിടെ സ്റ്റിച്ച് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ എന്താണ്, അത് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് റിമൂവ് ആയിട്ട് പോകും. സോ അങ്ങനെ നമ്മുടെ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഈ ടൈപ്പ് ബയോ പോളിമേഴ്സിനെ ആവശ്യമുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പെർട്ടിക്കുലർ ആക്ഷൻ വരുന്നത്. സോ ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ബയോ പോളിമേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സോ നമ്മുടെ ബയോ പോളിമറിൽ, സിന്തറ്റിക് ആയിട്ടുള്ള ബയോ പോളിമറിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ പോളി ഗ്ലൈക്കോളിക് ആസിഡ്, അല്ലെങ്കിൽ എന്താ അതിനൊന്നും കൂടി പറയാം, നമ്മൾ പോളി ഗ്ലൈക്കോളൈഡ് എന്ന് പറയും. അതിനെ അബ്രിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, PGA എന്നാണ് നമ്മൾ അബ്രിവേറ്റ് ചെയ്യുന്നത്. അതെന്താണ്, ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമർ തന്നെയാണ്. അത് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്കവിടെ പോളി ഗ്ലൈക്കോളിക് ആസിഡ് കിട്ടുന്നത്. അതെന്താണ്, അതൊരു സ്ട്രോങ് ആയിട്ടുള്ള പോളിമറാണ്. അതുപോലെ തന്നെ എന്താണ്, അത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള മോണോമർ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതെന്ത് ഹൈഡ്രോളൈസ് ചെയ്ത് പോകും. ഓക്കെ, സോ അവിടെ വരുന്നത് എന്താണ്, നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡാണ് അതിൻ്റെ മോണോമറായിട്ട് വരുന്നത്. സോ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ പോളി കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്ക് പോളി ഗ്ലൈക്കോളിക് ആസിഡ് കിട്ടുന്നത്. അവിടെ അതൊരു ഹൈഡ്രോളൈസ് ചെയ്ത് പോകുന്ന പോളിമറാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ബയോ പോളിമറാണ്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ബയോമെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. അത് ടിഷ്യൂ എഞ്ചിനീയറിംഗ് സ്കാഫോൾഡായിട്ട് യൂസ് ചെയ്യും. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ വൂണ്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൂലുകളായിട്ട് ഈ പോളി ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. സോ പെർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് കട്ടായിട്ട് പോകും. സോ നമുക്ക് അഡീഷണലി അത് റിമൂവ് ചെയ്യാനുള്ള ആവശ്യമില്ല. അതാണ് അവിടുത്തെ കാര്യം വരുന്നത്. അതുപോലെ നമുക്ക് PGA തന്നെ കോപോളിമേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കോപോളിമർ വിത്ത് ലാക്റ്റിക് ആസിഡ്, കാപ്രോലാക്റ്റും ആൻഡ് ട്രൈമീഥിലീൻ കാർബണേറ്റും ആയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളി ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കോപോളിമേഴ്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്കിനി ഇതാണ് നമ്മുടെ പോളി ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഈ സ്ട്രക്ചറിലാണ് ഇത് N ടൈംസ് ഇങ്ങനെ ചെയിൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിൽ എന്താണ്, നമ്മുടെ ഒരു ബയോമെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ബയോമെഡിക്കലിൽ ഇംപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇംപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള റിങ്സ്, പിൻസ്, പ്ലേറ്റ്സ്, റോഡ്സ് ഒക്കെ നമ്മുടെ PGA വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തൊരു ടൈപ്പ് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സ് ആണ് നമ്മുടെ പോളി ലാക്റ്റിക് ആസിഡ്. PLA എന്നാണ് നമ്മൾ അതിൻ്റെ അബ്രിവേറ്റ് ചെയ്യുന്നത്. സോ പോളി ലാക്റ്റിക് ആസിഡ് അവിടെ ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ്, പോളി എസ്റ്റർ ആണ്. അതെന്താണ്, നമ്മുടെ ലാക്റ്റിക് ആസിഡിൻ്റെ സെൽഫ് കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്കവിടെ പോളി ലാക്റ്റിക് ആസിഡ് ആയിട്ടുള്ള ബയോഡീഗ്രേഡബിൾ പോളിമർ നമുക്ക് കിട്ടുന്നത്. സോ അതിൽ തന്നെ മോണോമേഴ്സ് പ്രൊഡ്യൂസ് ആവുന്നത് നമ്മളുടെ ബയോ മെത്തേഡ് വഴി നമുക്ക് ഈ ലാക്റ്റിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫെർമെൻറ്റേഷൻ ഓഫ് സ്റ്റാർച്ച് വഴി നമുക്ക് ലാക്റ്റിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്ക് പോളി ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ ഇവിടെ തന്നെ എന്താണ്, ഈ മോളിക്യൂൾസ് നമ്മൾ ലാക്റ്റിക് ആസിഡിന് മൈക്രോ ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസം വഴി അത് നമുക്ക് എന്താണ് ഡീഗ്രേഡ് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അവിടുത്തെ ബോണ്ടിനെ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ബയോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡീഗ്രഡേഷനും അത് അപ്ലൈ ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ലാക്റ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്, പോളി ലാക്റ്റിക് ആസിഡിൻ്റെ. സോ അത് ഇങ്ങനത്തെ N ടൈംസ് യൂണിറ്റ്സ് അവിടെ പോസിബിൾ ആയിരിക്കും. സോ അതെന്താണ്, പോളി ലാക്റ്റിക് ആസിഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇങ്ങനെ വരുന്നത്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. നമ്മളുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പോളി ലാക്റ്റിക് ആസിഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. സോ മെഡിക്കൽ ഫീൽഡിൽ സ്യൂ ചെയ്യാൻ ആവശ്യമുള്ള ത്രെഡായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡയാലിസിസ് മീഡിയ ആയിട്ടും വൂണ്ട് ക്ലിപ്സ് ആയിട്ടും അതുതന്നെ ടിഷ്യൂ എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്കാഫോൾഡ്സിൻ്റെ മെറ്റീരിയലായിട്ട് അത് യൂസ് ആക്കുന്നുണ്ട്. സോ ബേസിക്കലി അത് മെഡിക്കൽ ഫീൽഡിൽ വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബയോ പോളിമറാണ് നമ്മളുടെ പോളി ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അതുപോലെ തന്നെ അതിന് അഗ്രികൾച്ചർ ഫീൽഡിൽ ആവശ്യമുണ്ട്. അതായത് റിയൽ ടൈം റിലീസ് ഓഫ് നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അതായത് നമുക്ക് ഒരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മുടെ ക്രോപ്പിലേക്ക് നമുക്ക് ഫെർട്ടിലൈസേഴ്സും
പെസ്റ്റിസൈഡ്സും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബയോ പോളിമറിൽ നമ്മളുടെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിഗ്രഡേഷൻ്റെ കൂടെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും റിലീസ് ആയിക്കോളും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അത് യൂസ് ആവുന്നുണ്ട്. അതുപോലെ പിന്നെന്താണ്, അത് പാക്കേജിങ്ങിനുള്ള ഫിലിംസ് ആയിട്ടും ഡിസ്പോസബിൾ ആയിട്ടുള്ള ടേബിൾ വെയർസ് ഒക്കെ ആയിട്ട് നമ്മൾ PLA പോളിലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ബയോപോളിമറാണ് നമ്മളുടെ PHBV. സോ PHBVയുടെ നെയിം ഇങ്ങനെയാണ് വരുന്നത്, പോളി 3 ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കോ 3 ഹൈഡ്രോക്സി വാലറേറ്റ് ആണ്. സോ അതിൽ മോണോമർ യൂണിറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, അവിടെ 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് വരുന്നുണ്ട്, അതുപോലെ 3 ഹൈഡ്രോക്സി വാലറിക് ആസിഡും വരുന്നുണ്ട്. സോ ഈ രണ്ട് മോണോമേഴ്സിൻ്റെ കോ പോളിമറൈസേഷൻ വഴിയാണ് നമ്മളുടെ PHBV എന്നുള്ള പോളിമർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ്, അതൊരു തെർമോ പ്ലാസ്റ്റിക് ആണ്, അലിഫാറ്റിക് ആയിട്ടുള്ള പോളിയെസ്റ്റർ ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഈ രണ്ട് മോണോമേഴ്സിൻ്റെ ക്രോസ് ലിങ്ക്, അതായത് എസ്റ്റർ ലിങ്ക് വഴിയാണ് ഇവിടെ പോളിമർ ഉണ്ടാകുന്നത്. സോ ഈ എസ്റ്റർ ലിങ്ക് എന്താണ്, ഈസിലി ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോണ്ടാണ്. അതുകൊണ്ടാണ് അത് നമുക്കൊരു ബയോ പോളിമറായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബയോ ഡീഗ്രേഡബിൾ ആണ്, ബയോ കോമ്പാറ്റബിൾ ആണ്, അതുപോലെ തന്നെ ലെസ് ടോക്സിക് ആയിട്ടുള്ള പോളിമറാണ്. അതുപോലെ എന്താണ്, നമ്മുടെ നോൺ ബയോ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സിൽ ബെസ്റ്റ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മുടെ PHBV കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്, 2 മോണോമർ യൂണിറ്റ് ഉണ്ട്. സോ ഈ മോണോമർ യൂണിറ്റിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നുണ്ട്. സോ അതിൽ ഈ നമ്മുടെ ബോണ്ടിൽ എസ്റ്റർ ലിങ്കേജ് അല്ലേ, സോ എസ്റ്റർ ലിങ്കേജ് വഴി നമ്മുടെ എൻസൈംസ്, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലുള്ള എൻസൈംസ് നമ്മുടെ ഈ ബോണ്ടിനെ ഡിഗ്രേഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, അത് ഹൈഡ്രോ കാർബണെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡായിട്ടും വാട്ടറായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡിസോസിയേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലുള്ള എൻസൈം വഴിയുള്ള റിയാക്ഷൻ വഴി. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടേക്കാണ്, മെഡിക്കൽ ഫീൽഡിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. കൺട്രോൾഡ് ഡ്രഗ് റിലീസും അതുപോലെ മെഡിക്കൽ ഇംപ്ലാന്റ്സും ഓർത്തോപീഡിക് ഡിവൈസസിനൊക്കെയാണ് നമ്മുടെ PHBV എന്നുള്ള പോളിമർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് പാക്കിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റമർ ഗുഡ്സും ബോട്ടിൽസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിമറിൻ്റെ ബേസ് ആയിട്ട് ഇത് PHBV യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മളുടെ ഈ 2 മോണോമർ ഇല്ലേ, ആ 2 മോണോമറിൻ്റെയും കോ പോളിമറാണ് നമ്മളെ PHBV. സോ ഓരോ പോളിമറിൻ്റെയും പ്രത്യേകത ഇതിന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ 3 ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡ് എന്താണ്, ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മളുടെ 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്, സോ 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് എന്താണ്, സ്റ്റിഫ്നെസ് ആണ് ആ പോളിമറിൻ്റെ ബാക്ക് ബോണിന് കൊടുക്കുന്നത്. അതുപോലെ 3 ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡ് എന്താണ്, ഫ്ലെക്സിബിലിറ്റിയാണ്. സോ രണ്ടിൻ്റെ ഒരു മിക്സ്ചർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഈ PHBV എന്നുള്ള പോളിമറിന് ഉണ്ടാവുന്നത്. സോ അതിൻ്റെ റേഷ്യോസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോളിമറിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. സോ നമുക്കങ്ങനെ നമ്മളുടെ ഈ PHBVയുടെ പ്രോപ്പർട്ടീസ് ട്യൂൺ ചെയ്യാൻ പറ്റും ഇവിടുത്തെ 2 മോണോമറിൻ്റെയും റേഷ്യോ ആൾട്ടർ ചെയ്തിട്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ലിമിറ്റേഷനായിട്ട് ഈ PHBVയുടെ പറയുന്നത് എന്താണ്, അവിടെ ഒരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമർ, നമ്മുടെ നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറിന് ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ PHBV. പക്ഷേ അതിൻ്റെ സ്റ്റെബിലിറ്റി, അതിന് ലോ തെർമൽ സ്റ്റെബിലിറ്റിയാണ്. അതുപോലെ പ്രോസസ്സിങ്, നമ്മുടെ പോളിമർ പ്രോസസ്സിങ് ഡിഫിക്കൽട്ടാണ്. അതുപോലെ ബ്രിട്ടിൽനെസ്സും എക്സ്പെൻസീവാണ് ഇതിൻ്റെ പ്രൊസീജിയർ. സോ അതൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള പോളിമറിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങളുള്ള പോളിമറാണ്. പക്ഷേ അതൊരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമർ ആണെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. സോ ക്ലിയർ അല്ലേ? സോ നിങ്ങളോട് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് ബയോഡീഗ്രേഡബിൾ പോളിമർ എന്നും അതിൻ്റെ ഒരു എക്സാമ്പിളുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളത് എന്താണ് ബയോഡീഗ്രേഡബിൾ പോളിമർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ മോണോമർ എന്താണ് എന്ന് എഴുതുക, അതുപോലെ അത് എന്ത് ടൈപ്പ് പോളിമറൈസേഷനാണ് വഴിയാണ് ആ പോളിമർ പ്രൊഡ്യൂസ് ആകുന്നതെന്നും അതിൻ്റെ മോണോമറിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ നെയിമും അതുപോലെ അതിൻ്റെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനും എഴുതിയിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ആർ ദ മോണോമേഴ്സ് ഓഫ് ബ്യൂണ ഏസ് ആൻഡ് ബാക്ക്ലൈറ്റ്. ഇത്
നമ്മളുടെ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ബ്യൂണ എസിൻ്റെയും ബേക്ക്ലൈറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. സോ എന്താണ് ഇവിടുത്തെ മോണോമേഴ്സ് എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടി നോക്കാം. സോ അതിൽ ബ്യൂണ എസ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ ബ്യൂണ എസ് എന്താണ്? ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ആണല്ലോ അവിടുത്തെ മോണോമേഴ്സ് വരുന്നത്. സോ അതിനെ നമ്മൾ എങ്ങനെ പറയും? ബ്യൂണ എസിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബറിനെയാണ് നമ്മൾ ബ്യൂണ എസ് എന്ന് പറയുന്നത്. സോ ബ്യൂണ എസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു കോപോളിമറൈസേഷൻ ആണ്. 2 മോണോമേഴ്സ് ഉണ്ടല്ലോ. സോ അത് കോപോളിമറൈസേഷൻ വഴിയാണ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ അതിൻ്റെ മോണോമേഴ്സ് വരുന്ന ഏതാണ്? 1,3 ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും 3:1 റേഷ്യോയിൽ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബ്യൂണ എസിൻ്റെ പോളിമർ ഉണ്ടാവുന്നത്. അത് സോഡിയത്തിൻ്റെ പ്രസൻസിലാണ് ഇവർ റിയാക്ഷൻ നടത്തുന്നത്. സോ അവിടെ ബ്യൂണ എസ് എന്ന് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ബ്യൂണയിൽ ബി യു എന്നുള്ളതാണ് ബ്യൂട്ടാഡൈൻ്റെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള ബി യു ആണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ എ എന്നെന്താണ്? സോഡിയത്തിൻ്റെ ഫസ്റ്റ് ടേമിലെ സോഡിയത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ക്യാപിറ്റൽ എൻ ആൻഡ് എ അല്ലേ. സോ അത് എൻ എ എന്നുള്ളത് സോഡിയത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ എസ് എന്താണ്? സ്റ്റൈറീനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ആ പേര് വന്നിട്ടുള്ളത്, ബ്യൂണ എസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? സ്റ്റൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബറാണ്, SBR ആണ് നമ്മുടെ ബ്യൂണ എസ് എന്നുള്ളത്. അതുപോലെ അടുത്ത മോണോമേഴ്സ് എന്തൊക്കെയാണ്? 1,3 ബ്യൂട്ടാഡൈനും സ്റ്റൈറീനുമാണ്. അവിടെ റേഷ്യോ 3:1 റേഷ്യോയിലാണ് അവിടെ മിക്സ് ആക്കുന്നത്. അതുപോലെ അവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ്? സോഡിയം ആണ്. ഓക്കെ. സോ ഇവിടുത്തെ റിയാക്ഷൻ സ്കീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും സോഡിയത്തിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ കിട്ടും, SBR കിട്ടും. സോ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഇവിടുത്തെ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ട് ആപ്ലിക്കേഷൻ കൂടി നോക്കാം. നമ്മളുടെ SBR മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടയർ ഇൻഡസ്ട്രിയിലാണ്. അതുപോലെ ഹെവി ടയേഴ്സിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ബ്യൂണ എസ് വരുന്നത്. അതുപോലെ അത് വേറെയും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷൂവിൻ്റെ സോള്, നമ്മുടെ ഷൂവിൻ്റെ അടിയിൽ വരുന്ന ആ സോളില്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള സോള്, അത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൺവെയർ ബെൽറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ അതുപോലെ ഹോസസ്, ഫുഡ് വെയേഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ, കേബിൾ ജാക്കറ്റിംഗ്, അതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ബ്യൂണ എസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷനും സർജിക്കലായിട്ടുള്ള ഡിവൈസസിനും സ്റ്റേഷനറി പ്രൊഡക്ട്സിനൊക്കെ ആയിട്ട് ഫുഡ് പാക്കേജിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ബ്യൂണ എസ് എന്ന പോളിമർ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കാം. അടുത്ത നമ്മളോട് ചോദിച്ചത് എന്താണ്? ബാക്ക്ലൈറ്റ് ആണ്. സോ ബാക്ക്ലൈറ്റിൻ്റെ വേറൊരു നെയിം എന്താണ്? ഫിനോൾ ഫോമാൽഡിഹൈഡ് റെസിൻ എന്നാണ് നമ്മൾ ബാക്ക്ലൈറ്റിനെ പറയുന്നത്. സോ ബാക്ക്ലൈറ്റിൽ അവിടുത്തെ മോണോമേഴ്സ് എന്തായിരിക്കും? അപ്പോൾ ഫിനോളും ഉണ്ടായിരിക്കും, ഫോമാൽഡിഹൈഡും ആയിരിക്കും അവിടുത്തെ മെയിൻ മോണോമേഴ്സ് വരുന്നത്. സോ അതും എന്താണ്? ഒരു കോപോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്ക് ബാക്ക്ലൈറ്റും കിട്ടുന്നത്. സോ അവിടുത്തെ റിയാക്ഷനിൽ ഫിനോളും ഫോമാൽഡിഹൈഡും കണ്ടൻസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. സോ എന്താണ്? അവിടെ ഒരു ആസിഡ് ഓർ ബേസ് കാറ്റലിസിൻ്റെ പ്രസൻസിലാണ് അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് ബാക്ക്ലൈറ്റ് ആയിട്ടുള്ള പോളിമർ കിട്ടുന്നത്. അതിന് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫിനോൾ ഫോമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയും. സോ അതിൻ്റെ റിയാക്ഷൻ സ്കീം ഇങ്ങനെയാണ് വരുന്നത്. സോ ഈ റിയാക്ഷൻ സ്കീമിൽ നോക്കൂ, ഫിനോളും ഫോമാൽഡിഹൈഡും ആസിഡ് ഓർ ബേസിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചറായിട്ട് നമുക്ക് ഫിനോൾ ഫോമാൽഡിഹൈഡ് പോളിമർ കിട്ടും, അല്ലെങ്കിൽ എന്താണ്? ബാക്ക്ലൈറ്റ് ആണ് ഇത്. സോ ഈ ബാക്ക്ലൈറ്റിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ എന്താണ്? അതൊരു ഹീറ്റ് ആൻഡ് ഇലക്ട്രിക്കലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോ എന്താണ്? നമ്മൾ ഹീറ്റ് സെറ്റിംഗ് ആയിട്ടുള്ള പോളിവുഡിലൊക്കെ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. ബേസിക്കലി അവരെന്താണ്? ഹീറ്റിനെയും ഇലക്ട്രിസിറ്റീനെയും ബ്ലോക്ക് ചെയ്യും. സോ അങ്ങനെ ഇലക്ട്രിസിറ്റിയെ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യമുള്ള പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നമ്മൾ ബാക്ക്ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഇവിടെ നമ്മളുടെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടുകളില്ലേ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിൽ, റേഡിയോ, ടെലിഫോൺ ആൻഡ് അങ്ങനത്തെ ഉള്ള സബ്സ്റ്റൻസിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ലൈറ്റിൻ്റെ റെസിൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫിനോൾ റെസിന് യൂസ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ കിച്ചൺ വേസിൽ, ജ്വല്ലറി, അതുപോലത്തുള്ള പെർട്ടിക്കുലർ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ലൈറ്റ് അല്ലെങ്കിൽ ഫിനോൾ ഫോമാൽഡിഹൈഡ് റെസിൻ യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ് നമ്മുടെ ഷേപ്ഡ് പ്രോഡക്റ്റ്. അതായത് കട്ട്ലറി ഹാൻഡിൽസും ടോയ്ലറ്റ് സീറ്റ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബേക്ക്ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രെങ്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷേപ്പ് പ്രൊഡ്യൂസ് ആകാം, ഷേപ്പിൽ നമുക്ക് ഈ പോളിമറിനെ മോൾഡ് ചെയ്യാൻ പറ്റും. സോ ആ മോൾഡ് ചെയ്തിട്ടുള്ള പോളിമറിന് നല്ല സ്ട്രെങ്ത്തും ആയിരിക്കും. സോ ഇങ്ങനെയുള്ള നമ്മുടെ ഹൗസ് വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പോളിമേഴ്സൊക്കെ ബാക്ക്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ട്സും ബാക്ക്ലൈറ്റിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മളോട് ബ്യൂണ എസിൻ്റെതും ബാക്ക്ലൈറ്റിൻ്റെയും സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അതിലത്തെ മോണോമേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ആ മോണോമർ ഏതാണെന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. പക്ഷേ ആ ഒരു ടോപ്പിക്കിലും ഇനിയും വേറെ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ആ രീതിയിൽ ഏതൊക്കെയാണ് പോളിമർ, അതിൻ്റെയൊക്കെ മോണോമർ ഏതാണ്, ഏതൊക്കെ റിയാക്ഷൻ കണ്ടീഷനിലാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പോളിമറിൻ്റെ നെയിം എന്താണ്, ആ പോളിമറിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ്, ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ക്ലിയർ അല്ലേ?